എന്താ 17+? നോട്ട് ആക്ച്വൽ ഗെയിം പ്ലേ. ഓ ഇത് മറ്റേത് ഏതിന്റെ? ഇത് ജോൺ വിക്ക് ജോൺ വിക്ക് ജോൺ വിക്ക് ജോൺ വിക്കിന്റെ. A man with your skill set must be able to move unconstrained, unrestricted. എടാ GTA 6 ഇറങ്ങുന്നതിന് മുമ്പ് മറ്റേ ജോയ്സ്റ്റിക്കിനകത്ത് വെടിവെക്കാൻ പഠിക്കണോടാ. അല്ലാതെ എങ്ങനെ അതല്ലാതെ എങ്ങനെ സ്ട്രീം ചെയ്യും? അതാണ് ഞാൻ ആലോചിക്കണത്. GTA ആദ്യമേ അതിനകത്ത് ഇറങ്ങുള്ളൂ. He must be versatile, ഡീറ്റെയിലിംഗ് കൂടുതൽ. adaptable. എടാ ഇത് ഗെയിമിലെ സിനിമാറ്റിക് വിഷ്വൽ ആണോ ശരിക്കും ഇത്, അതോ ട്രെയിലർ ആണോ? ട്രെയിലറാ ഇത്, ഇതാ ഇറങ്ങിയത്? ഇല്ല ഇല്ല. He must be grounded, stable, constant. ഭയങ്കര ഡീറ്റെയിലിംഗ് അല്ലേ? വിളിക്കുന്നു. ഹലോ ഹലോ ചന്ദ്രബോസ് അല്ലേ? അളിയാ ഇവിടെ നിന്റെ PR ടീം കുറെ പേര് സ്പീക്കറിലാണ്. PR ടീം കുറെ പേര് വന്ന് സ്പാം ചെയ്യണം, ചന്ദ്രനെ കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ്. ഒന്നുമില്ലല്ലോ, ഞാൻ ജിമ്മിലാണോ? 2 ദിവസം ബ്രേക്ക്. എന്ത് പറ്റി? ബ്രേക്ക് എന്ത് പറ്റി? മാസം തുടങ്ങുമ്പോൾ ബ്രേക്ക് 2 ദിവസം. ഓ ഓക്കെ ശരി. ഞാൻ ജിമ്മിൽ കഴിഞ്ഞിട്ട് തരാം. ഓ ശരി. അല്ലേ വലിയ നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ആൾക്കാരിങ്ങനെ കുറെ പേര് സ്പാം ചെയ്തപ്പോൾ വിളിച്ചതന്നേ ഉള്ളൂ. കൊച്ചി തന്നെ ഉണ്ടല്ലേ? ഇവിടെ തന്നെ ചത്തില്ല. ഓ ഓക്കെ ബ്രേക്ക് ആണെങ്കിൽ വൈകിട്ട് രാത്രി വീട്ടിലോട്ട് പോവാ. ലൈവ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. അവൻ വരുമോ? പിന്നെ അവൻ വരും, വിളിച്ച വരുമോ? എത്ര അന്ന് എല്ലാരും കൂടി ഉള്ളപ്പോ വിളിച്ചപ്പോ വന്നില്ലേ, ഒറ്റയ്ക്കുള്ളപ്പോ വരികയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാ I believe you are ready, sir. Yeah. എന്റെ ആളിയാ എന്തൊരു സൗണ്ടാണോ വോയിസ് ഒക്കെ. ഇതാണ് ഗെയിം പ്ലാൻ. ഗെയിം പ്ലേ അടുത്ത ഗെയിം 6000 രൂപ ആയിരിക്കില്ലേ? 6000 രൂപ 7000 രൂപയാണ്. അല്ലാതെ കേസ് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഞാൻ ഇവിടുത്തെ നമ്മുടെ പുതിയ ജനറേഷൻ അച്ഛനമ്മമാരുടെ അടുത്താണ് പറയണേ. നിങ്ങൾ ആർക്കെങ്കിലും പിള്ളേർക്ക് എവിടെയെങ്കിലും പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്ലേ സ്റ്റേഷന്റെ ഇതിനകത്ത് കാർഡ് ആഡ് ചെയ്തിടാൻ പറ്റും. മനസ്സിലായ? കാർഡ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വൺസ് ഒരു ഗെയിം നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ പർച്ചേസിൽ ഞെക്കിയാൽ മാത്രം മതി, ബാങ്കിൽ നിന്ന് അപ്പോഴേ പൈസ പോയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. OTP ചോദിക്കൂല, ഒരു കൺഫർമേഷനും ചോദിക്കൂല. അതുകൊണ്ട് പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാർഡ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടിരിക്കണം. 5000 ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കൂല. വൺസ് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോയി, ഇനി അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു ദിവസം ഈ ഇടയ്ക്ക് നാട്ടിൽ പോയില്ലായിരുന്നു. ഞാൻ നാട്ടിൽ പോയ സമയത്ത് എന്റെ കാർഡ് അവിടെ ആടായിരുന്നു. രാത്രിയിൽ വെറുതെ ഒരു ഗെയിം കണ്ടപ്പം അതിനകത്ത് പർച്ചേസ് ഡെമോ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഡെമോയ്ക്ക് പകരം പർച്ചേസിൽ ഞെക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിൽ 14,700 രൂപ അങ്ങ് പോയി. ഏതാണെന്നറിയോ? യൂബിസോഫ്റ്റിന്റെ മറ്റേ റൈഡേഴ്സ് റിപ്പബ്ലിക്, അതിന്റെ പ്രീമിയം പാക്കേജ് കൈ തട്ടി അങ്ങ് പർച്ചേസ് ആയി. മെയിൽ അയച്ച് എല്ലാം അയച്ച്. അല്ല എന്ത് കാര്യം പറയട്ടെ, ഞാൻ ഇവരോട് മെയിൽ അയച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. നമ്മുടെ കൂടെ ഇരുന്നവരുണ്ടല്ലോ, അതിരുന്നൊരു 3 മണിക്കൂർ കളിച്ച് അവന്മാര് പറയാ നീ കളിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് മടുത്തപ്പോ റീഫണ്ട് അടിക്കണമാണെന്ന് തുപ്പി വിട്ട അവന്മാർ. എന്ത് ചെയ്യാൻ പറ്റാ? ആക്സിഡന്റലി നമ്മൾ എടുത്താൽ അത് കളിക്കാൻ പാടില്ല, അങ്ങനെ എന്തോ ഉണ്ട് ഈ റീഫണ്ട് പോളിസിയിൽ.
അത് അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ അവിടെ കിടപ്പുണ്ട്. സൈക്കിൾ ഓടിക്കാനും സൈക്കിൾ ഓടിക്കുന്ന ഒരു കളിയാണ്. നിങ്ങൾ റൈഡേഴ്സ് റിപ്പബ്ലിക് അടിച്ചു നോക്കിയാൽ മതി. സൈക്കിള് മറ്റേ അങ്ങനത്തെ സാധനം. അതുകൊണ്ട് അതുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് ഇട്ടോ കേട്ടോ. എനിക്ക് നല്ല മുട്ടം പണി കിട്ടി.